ലെറ്റ് ചൂസ് എഡ്യൂടിപ്സ്. PC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ് ചൂസ് എഡ്യൂടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വാർത്താവിനിമയ മേഖലയിലെ പുരോഗതിയെക്കുറിച്ചാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മളത് പഠിച്ചു. ഇന്നതിന്റെ 3ാമത്തെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ വാർത്താവിനിമയ മേഖലയിലെ പുരോഗതിയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? തപാൽ സംവിധാനം പഠിച്ചു, ടെലികമ്മ്യൂണിക്കേഷൻ പഠിച്ചു, പത്രം പഠിച്ചു അല്ലെ. ഇനി നമുക്ക് ദൂരദർശൻ അതുപോലെ തന്നെ ആകാശവാണി, ഈ 2 കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. പ്രസാർ ഭാരതിയിൽ ഉൾപ്പെടുന്നതാണ് ദൂരദർശനും റേഡിയോയും. ഓക്കെ, പ്രസാർ ഭാരതി ഓർത്ത് വെക്കുക, ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. പ്രസാർ ഭാരതിയിൽ ഉൾപ്പെടുന്നതാണ് ദൂരദർശനും അതുപോലെ തന്നെ റേഡിയോയും. ഓക്കെ, അതിൽ നമ്മുടെ പ്രസാർ ഭാരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അതായത് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ആണ് എന്ന് പറയുന്നത് പ്രസാർ ഭാരതി. ഓക്കെ, ഇന്ത്യയിലെ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ എന്നറിയപ്പെടുന്നതാണ് പ്രസാർ ഭാരതി. ഈ പ്രസാർ ഭാരതിയിൽ ഉൾപ്പെടുന്നതാണ് ഏത്? ദൂരദർശനും റേഡിയോയും. 1923 ബോംബെയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ പ്രക്ഷേപണം തുടങ്ങുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം തുടങ്ങുന്ന വർഷം അപ്പോൾ ഓർത്ത് വയ്ക്കാം, 1923 ബോംബെയിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ 1923 ബോംബെയിലെ ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണത്തിന് തുടക്കമിട്ടു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഇന്നിപ്പോൾ ആകാശവാണി എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഏറ്റവും ആദ്യം ആകാശവാണിയുടെ പേര് ആകാശവാണി എന്നായിരുന്നില്ല. ആകാശവാണി അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ്. ഓക്കെ, ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ആകാശവാണി അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് പിന്നീട് 1936 എന്തറിയപ്പെടാൻ തുടങ്ങി? ഓൾ ഇന്ത്യ റേഡിയോ എന്ന് അറിയപ്പെട്ടു. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു 1923 ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ പ്രക്ഷേപണം മുംബൈയിൽ സ്റ്റാർട്ട് ചെയ്തു. 1936 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നറിയപ്പെടുന്ന ആദ്യകാല റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോ എന്നറിയപ്പെട്ടു. അപ്പൊ നമ്മളോട് ചോദിക്കുവാണ്, ഓൾ ഇന്ത്യ റേഡിയോ സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? അത് 1936. ഓക്കെ, ദെൻ 1957 മുതലാണ് എന്തെന്നറിയപ്പെട്ടു തുടങ്ങിയത്? ആകാശവാണി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, ആകാശവാണി എന്നറിയപ്പെടുന്നത് 1957 മുതലാണ്. ഇവിടെ ഞാൻ പറഞ്ഞു 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്നറിയപ്പെടുന്നത്. ഈ 1936 തന്നെയാണ് മൈസൂരിലെ റേഡിയോ നിലയത്തിന് ആകാശവാണി എന്ന പേര് നൽകിയത്. മൈസൂരിൽ 1936 ഒരു റേഡിയോ സ്റ്റേഷൻ സ്ഥാപിതമാവുകയും ആ റേഡിയോ സ്റ്റേഷന് ആകാശവാണി എന്ന പേര് നൽകി. ആകാശവാണി എന്ന മൈസൂർ സ്റ്റേഷന് പേര് നൽകിയത് MV ഗോപാലസ്വാമിയാണ്. അതായത് MV ഗോപാലസ്വാമിയുടെ ശ്രമഫലമായിട്ടാണ് 1936 മൈസൂരിൽ ആകാശവാണി എന്ന പേരിൽ റേഡിയോ സ്റ്റേഷൻ വരുന്നത്. പിന്നീടാണ് 1957 ഇന്ത്യൻ റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിന് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് രവീന്ദ്രനാഥ ടാഗോർ ആകാശവാണി എന്ന് നാമകരണം ചെയ്യുന്നത്. തിരിഞ്ഞു പോരുത് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്ത് ചെയ്യുന്നത്? ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത്. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് 1957. ഇതിനു മുൻപ് 1936 മൈസൂരിൽ സ്ഥാപിതമായിട്ടുള്ള റേഡിയോ സ്റ്റേഷന്റെ പേരെന്തായിരുന്നു? അത് ആകാശവാണി എന്നായിരുന്നു. അതിന് ആകാശവാണി എന്നുള്ളത് ഞാൻ പറഞ്ഞു MV ഗോപാലസ്വാമിയുടെ ശ്രമഫലമായിട്ടാണ് അവിടെ എന്ത് വരുന്നത്? ആകാശവാണി മൈസൂരിൽ വരുന്നത്. അപ്പം ആ പേരിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടാവാം 1957 എന്ത് ചെയ്ത രവീന്ദ്രനാഥ ടാഗോർ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത്. ആകാശവാണിയുടെ ആസ്ഥാനം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശവാണിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. ആകാശവാണിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ആകാശവാണിക്ക് ആ പേര് നൽകിയതാര്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1957 മുതലാണ് ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി എന്നറിയപ്പെടുന്നത്. ഓൾ ഇന്ത്യ റേഡിയോ സ്ഥാപിതമായത് 1936 അതിന് മുൻപ് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് പിന്നീട് പേര് ചേഞ്ച് ചെയ്ത് എന്തായത്? ഓൾ ഇന്ത്യ റേഡിയോ ആയത്. അപ്പം ഇവിടെ ഞാൻ പറയുന്നു ആകാശവാണിയുടെ ആസ്ഥാനം എവിടെയാണ്? ആകാശവാണിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്.
ഇനി ആകാശവാണിയുടെ ആപ്തവാക്യം പഠിച്ചു വെക്കണം. ആകാശവാണിയുടെ ആപ്തവാക്യാണ് എന്താ? ബഹുജന ഹിതായ. ഓക്കെ, ബഹുജന ഹിതായ, ബഹുജന സുഖായ. ബഹുജന ഹിതായ, ബഹുജന സുഖായ എന്നുള്ളതാണ് എന്താ? ആകാശവാണിയുടെ ആപ്തവാക്യം. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബഹുജന ഹിതായ, ബഹുജന സുഖായ എന്നതാണ് ആകാശവാണിയുടെ ആപ്തവാക്യം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ FM റേഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് 1977 ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ FM നിലയം സ്റ്റാർട്ട് ചെയ്യുന്ന 1977 മദ്രാസിലാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, മദ്രാസിലാണ് 1977 ഇന്ത്യയിലെ ആദ്യത്തെ FM നിലയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം പഠിക്കാൻ എളുപ്പമാണ്. 1943 എന്ത് ചെയ്യുന്നത്? കേരളത്തില് റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ എന്തായിരുന്നു? 1923. കേരളത്തിലോ 43. 23, 43 അല്ലെ, രണ്ടിന് ഡബിൾ ആയെന്നേ ഉള്ളൂ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ബോംബെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം, അത് 1923. കേരളത്തിലെ ആദ്യത്തെ പ്രക്ഷേപണം നടന്നത് 1943. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം ഏതായിരുന്നു എന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയമായിരുന്നു ഏതാ? തിരുവനന്തപുരം. കേരളത്തിൽ റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയ വർഷം ചോദിച്ചിട്ടുണ്ട്. എന്നായിരുന്നു? 1943. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഓവറോൾ ഐഡിയ എന്തിനെ കുറിച്ച് കിട്ടുന്നത്? നമ്മുടെ റേഡിയോയെ കുറിച്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ ആകാശവാണിയെ കുറിച്ചുള്ളൊരു ചെറിയ ഐഡിയയായി. നെക്സ്റ്റ്, ദൂരദർശൻ. ദൂരദർശൻ ആദ്യമായിട്ട് സംപ്രേഷണം ആരംഭിക്കുന്നത് 1959. ഓക്കെ, ദൂരദർശൻ ആദ്യമായി സംപ്രേഷണം ആരംഭിക്കുന്നത് 1959 സെപ്റ്റംബർ 15. ഇത് വിത്ത് ഡേറ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇത് പഠിക്കണം. 1959 സെപ്റ്റംബർ 15 ഇന്ത്യയിൽ ആദ്യമായിട്ട് ദൂരദർശൻ സംപ്രേഷണം ചെയ്ത. ആദ്യമായി സംപ്രേഷണം ചെയ്തു എന്നേ ഉള്ളൂ. 1965 മുതലാണ് ദിനം പ്രതി, അതായത് എല്ലാ ദിവസവും സംപ്രേഷണം തുടങ്ങിയത്. 1965 മുതലാണ് ദിനം പ്രതി എന്ത് ചെയ്യുന്ന സംപ്രേഷണം തുടങ്ങിയത്. 1976 മുതലാണ് ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് വേർപെടുത്തിയത്. ഓക്കെ, അതുവരെ ഓൾ ഇന്ത്യ റേഡിയോയും ദൂരദർശൻ ഒരുമിച്ച് പ്രവർത്തിച്ചു. 1976 മുതൽ ദൂരദർശൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും വേർപെടുത്തി ഒരു സെപ്പറേറ്റ് ആക്കി മാറ്റി. ഓക്കെ, ദെൻ 1982 മുതലാണ് ദൂരദർശൻ രാജ്യവ്യാപകമായിട്ട് സംപ്രേഷണം ആരംഭിച്ചത്. ഓക്കെ, 1982. അപ്പൊ ഇവിടുന്ന് ഒരു അഡീഷണൽ ക്വസ്റ്റ്യനും കൂടി കിട്ടിയേ. രാജ്യവ്യാപകമായിട്ട് സംപ്രേഷണം ആരംഭിച്ചത് 1982. അങ്ങനെയാണെങ്കിൽ ദൂരദർശൻ കേരളത്തിൽ സംപ്രേഷണം ആരംഭിച്ച വർഷം ചോദിച്ചാൽ ഏതാണ്? അതും 1982 അല്ലേ? ഓക്കെ, 1982 ദൂരദർശൻ രാജ്യവ്യാപകമായി സംപ്രേഷണം ആരംഭിച്ചത്. സോ കേരളത്തിൽ ദൂരദർശൻ സംപ്രേഷണം ആരംഭിച്ചതെന്നാണ് 1982. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. 1985 മുതലാണ് മലയാളം പരിപാടികൾ ഇവിടെ ദൂരദർശൻ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത്. ഓക്കെ, 1985 മുതൽ മലയാളം പരിപാടികൾ സംപ്രേഷണം ചെയ്തു. ഇപ്പൊ ഇതിൽ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 1959 സെപ്റ്റംബർ 15 ദൂരദർശൻ ഇന്ത്യയിൽ ആദ്യമായി സംപ്രേഷണം തുടങ്ങി. 1982 ദൂരദർശൻ രാജ്യവ്യാപകമായി സംപ്രേഷണം തുടങ്ങി. 1982 കേരളത്തിൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്തു. 1985 ദൂരദർശൻ ആദ്യമായി മലയാളത്തിൽ സംപ്രേഷണം ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ദൂരദർശന്റെ ആപ്തവാക്യമാണേത്? സത്യം ശിവം സുന്ദരം അല്ലെ? സത്യം ശിവം സുന്ദരം എന്നുള്ളതാണ് എന്താ ദൂരദർശന്റെ ആപ്തവാക്യം. നമ്മൾ റേഡിയോയുടെ ആപ്തവാക്യം കുറച്ചു മുമ്പ് പഠിച്ചു, ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഇത് ദൂരദർശന്റെ ആപ്തവാക്യാണ്. ഇത് സത്യം ശിവം സുന്ദരം. ദൂരദർശന്റെ ആപ്തവാക്യം നമ്മൾ പഠിച്ചല്ലേ, സത്യം ശിവം സുന്ദരം. ഇനി ദൂരദർശന്റെ ടാഗ് ലൈൻ ആണ് എന്താ? ദേശിക അപ്ന ചാനൽ. ഓക്കെ, ദേശിക അപ്ന ചാനൽ എന്നുള്ളതാണ് ദൂരദർശന്റെ അപ്ന ചാനൽ. ഓക്കെ, ദേശിക അപ്ന ചാനൽ എന്നുള്ളതാണ് ദൂരദർശന്റെ ടാഗ് ലൈൻ. ഓക്കെ, ദെൻ ദൂരദർശൻ നമ്മൾ പറഞ്ഞു 1982 രാജ്യവ്യാപകമായിട്ട് സംപ്രേഷണം ആരംഭിച്ചത്. ദൂരദർശന്റെ അന്തർദേശീയ ചാനലാണ് DD ഇന്ത്യ.
ഓക്കെ, ദൂരദർശന്റെ അന്തർദേശീയ ചാനലാണ് ഏതാ? DD ഇന്ത്യ. ഇത് അന്തർദേശീയ ചാനലാണ്. ദൂരദർശന്റെ അന്തർദേശീയ ചാനലാണ് DD ഇന്ത്യ. ഇനി ഇന്ത്യയില് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ദൂരദർശന്റെ ചാനലാണ് ഏതാ? DD കിസാൻ. ഓക്കെ, DD കിസാൻ എന്ന് പറയുന്നതാണ് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ദൂരദർശന്റെ ചാനലാണ് DD കിസാൻ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ചാനലായിരുന്നു ZTV. ഓക്കെ, ZTV ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ചാനൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രൈവറ്റ് ചാനൽ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഏതാണ്? ZTV ആണ്. എന്നാൽ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ചാനൽ ഏതാണ്? അത് സൺ TV ആണ്. ഓക്കെ, സൗത്ത് ഇന്ത്യയിലെ പറയുന്നത് സൺ TV ആണ്. കേരളത്തിൽ നമ്മളോട് പറഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ചാനൽ ഏതാ വരുന്നത്? ഏഷ്യാനെറ്റ് ആണ് അല്ലേ? കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏഷ്യാനെറ്റ് ആണ്. ഇനി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ചാനൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയ ആദ്യത്തെ ചാനലായിരുന്നു ഏതാ? സഖി TV. ഓക്കെ, സഖി TV ആണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയ ആദ്യത്തെ ചാനൽ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാണ് ഏതാ? വിക്ടേഴ്സ്. വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, കാരണം ഇപ്പൊ ഫസ്റ്റ് ബെല്ലും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലേ, വിക്ടേഴ്സിലൂടെയല്ലേ കൊടുക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാണ് വിക്ടേഴ്സ്. APJ അബ്ദുൽ കലാം ഒക്കെയായിരുന്നു വിക്ടേഴ്സ് ഉദ്ഘാടനമൊക്കെ ചെയ്തത് അല്ലെ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൂരദർശനെ പറ്റി ചോദിക്കുന്ന ഒരു ഏരിയയായി. അല്ലാതെ കുറേ സാധനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വേറെ എവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിച്ചു വാരി കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് വലിച്ചു വാരി പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തൊക്കെയാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ചോദിച്ചിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുത്തു തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ഒരുപാട് ഫാക്റ്റ് പഠിച്ചു പോയിട്ട് വെറുതെ സമയം കളയണമെന്നില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. ആപ്തവാക്യം പഠിക്കണം, അതുപോലെ തന്നെ ടാഗ് ലൈൻ അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ട് സംപ്രേഷണം തുടങ്ങിയ വർഷം, അത് റേഡിയോ ആയാലും ദൂരദർശനായാലും കേരളത്തിലെയും ഇന്ത്യയിലെയും അറിഞ്ഞു വെക്കുക. പിന്നെ ദൂരദർശൻ മലയാള സംപ്രേഷണം ആരംഭിച്ച വർഷം ഒന്ന് നോട്ട് ചെയ്തേക്കുക, ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളോട് ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ പ്രൈവറ്റ് ചാനൽ ഒന്ന് അറിഞ്ഞു വെക്കുക, കേരളത്തിലെയും ഇന്ത്യയിലെയും. അപ്പം ഇതുപോലത്തെ പ്രധാനപ്പെട്ട വസ്തുതകൾ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കണം. വെറുതെ വല്ലതുമൊക്കെ വാരി വലിച്ച് പഠിച്ച് സമയം കൊണ്ട് കളയരുത്. ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ഒപ്പം ഈ വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി എന്നുള്ള പാർട്ട് ഇവിടം കൊണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ജിയോഗ്രഫി നമ്മൾ പൂർത്തീകരിക്കും. അപ്പോൾ പ്രധാന വ്യവസായങ്ങളുടെ ക്ലാസ് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ജിയോഗ്രഫി എന്നുള്ള ഈ ഒരു ഭാഗം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 2-3 ടോപ്പിക്കൊക്കെ പൂർത്തീകരിക്കാനുള്ള ചില ഏരിയാസും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ഏരിയ തീർന്നല്ലോ എന്നൊരു സമാധാനം എനിക്കുണ്ട്. ഇതൊക്കെ പഠിച്ചെടുക്കണമെന്നുള്ളൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. സാരയില്ല, പഠിച്ചല്ലേ പറ്റുള്ളൂ. ഇപ്പം ജോലി വാങ്ങേണ്ടത് ആരെക്കാളും ആവശ്യം അവനവൻ്റേതായിരിക്കും അല്ലേ. നിങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യമാണ് നിങ്ങൾക്ക് ജോലി വേണമെന്നുള്ളത്, അല്ലാതെ മറ്റുള്ളവരുടെ ആവശ്യമല്ല. അപ്പം നമ്മളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മളുടെ അത്യാവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അത്രത്തോളം സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കുകയുള്ളൂ. ഇപ്പം ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു 20 ലക്ഷം പേര്, ഞാൻ ചെറിയൊരു കണക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ, 20 ലക്ഷം പേര് പരീക്ഷ എഴുതുവാണെന്ന് വിചാരിക്കട്ടെ. ഇപ്പം 20 ലക്ഷത്തിൽ എത്ര പേരുണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്നവർ? അതിലെത്ര പേരുണ്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്നവർ? അതിലെത്ര പേരുണ്ട് അത്യാവശ്യമായിട്ട് ജോലി വേണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി പ്രിപ്പയർ ചെയ്യുന്നവർ? നിങ്ങൾ തന്നെ. അപ്പം നിങ്ങളിത് ഏത് കൂട്ടത്തിലാണ് പെടുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പഠിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പഠിച്ചിരുന്നത് ശരിയാണോ, ഞാനിനി പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ അപ്പോഴാണ് നിങ്ങൾ വിലയിരുത്തി തുടങ്ങുന്നത്. ഓക്കെ, അതുകൊണ്ട് സമയമൊന്നും കളയണ്ട, ഇനിയും സമയമുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പം നമുക്ക് എത്രയായിട്ടുള്ളൂ? ഡിസംബർ 16 ആയിട്ടുള്ളൂ അല്ലേ. അപ്പം ഇനിയും നമുക്ക് സമയമുണ്ട്. കാരണം ജാനുവരി എന്ന് പറയുന്ന 31 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എത്രയുണ്ട്? ഇപ്പം ഇത് 16 ആയിട്ടുള്ളൂ, ഇനിയും കിടക്കുന്നു കുറച്ച് ദിവസങ്ങൾ കൂടി, അതായത് ഏതാണ്ട് 2 ആഴ്ച ഇനിയും കിടക്കുന്നു. അപ്പം നല്ലതുപോലെ പഠിക്കുവാണെങ്കിൽ 1.5 മാസം കയ്യിലുണ്ട്. ഈ 1.5 മാസം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നോക്കിയേ, തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും. 1.5 മാസം വർക്ക് ചെയ്താൽ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അപ്പം ഈ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 1.5 മാസം കൊണ്ട് ലിസ്റ്റിൽ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ എക്സാം എഴുതാനുള്ള യോഗ്യതയിലേക്ക് കടക്കുകയായി. പിന്നെ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ മെയിൻ എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ പ്രിലിംസ് കഴിഞ്ഞേച്ച് ഇനി സമയമുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്.
നമുക്കറിയൂടാ PSCയുടെ കാര്യമാണ്, ഇതുവരെ നമ്മൾ ഡേറ്റ് അറിഞ്ഞിട്ടില്ല മെയിൻ എക്സാം എന്നാന്നുള്ളത്. അപ്പോൾ ചിലപ്പം പ്രിലിമിനറി കഴിഞ്ഞ ഉടനെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും പറയുന്നത് ഉടനെ തന്നെ എക്സാം ഉണ്ടെന്ന്. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അപ്പോൾ പതിവ് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ ഈ ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്